ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെയും അതുപോലെ വിക്രത്തിൻ്റെയും കാര്യം ആരെയോ ഫോണിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇവൻ നമ്മുടെ മേരിയുടെ പണിയും കളഞ്ഞിട്ട് അവിടുന്ന് എസ്റ്റേറ്റ് മാനേജർ. അപ്പോൾ ഖരാവോ ചെയ്തതിൻ്റെ പകരമായിട്ട് മേരി നാളെ മുതൽ ഇനി ഇവിടെ പണിക്ക് കയറണ്ട എന്ന് തീർത്ത് പറഞ്ഞിട്ട് ഇവൻ അങ്ങ് പോയി. അപ്പം എല്ലാവരും ഇങ്ങനെ വേദയെ തന്നെ നോക്കി നിൽക്കുക. എൻ്റെ മേരി ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് ജോലിയും ചെയ്ത് കൂലിയും വാങ്ങി ജീവിച്ചു പോന്നിരുന്ന ഞങ്ങളുടെയും കൂടെ കഞ്ഞിയിൽ പാറ്റിയിടാൻ നോക്കിയല്ലോടി ഇനി എന്ന് പറഞ്ഞു മേരിയെ കുറ്റപ്പെടുത്തുവോ ഇവർ. അപ്പോൾ വേദയ്ക്കത് ഭയങ്കര വിഷമമായി. അപ്പോൾ ജോബി സാറ് പറഞ്ഞത് കേട്ടില്ലേ, കൊലപ്പുള്ളിയാണ് ഇവളുടെ ഭർത്താവെന്ന്. അല്ല, അപ്പം ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടാണോ മേരി നീ ഓരോന്ന് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ചോദിച്ച് മേരി എല്ലാവരും കുറ്റപ്പെടുത്തുവാണ്. അപ്പം നീയും നിൻ്റെ ഒരു സമരം എന്നും പറഞ്ഞ് എല്ലാവരും മേരിയെ കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് പോയപ്പോൾ സമാധാനമായില്ലേ, മാറങ്ങോട്ട്, ഞങ്ങളെങ്കിലും ജോലിക്ക് കയറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചിമാരും ഇങ്ങനെ പറയാം. അപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഒരുത്തനെ കൊന്നിട്ട് എന്തൊക്കെയോ കഥയുണ്ടാക്കി അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്ന് എന്നും പറഞ്ഞ് വേദയൊക്കെ ഇത് പറയാം. അയാൾ പറഞ്ഞത് കേട്ടപ്പോഴേക്കും തുള്ളാൻ നിങ്ങളെപ്പോലുള്ള ആൾക്കാരും നീ എന്താ ഇപ്പോൾ ഇവളുടെ ഭാഗം പിടിക്കുന്നത്? അപ്പോൾ ആ മാനേജർ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ട് അപ്പോൾ അത് പോലീസുകാർ വരുമ്പോൾ തെളിഞ്ഞോളൂ എന്നും പറഞ്ഞുകൊണ്ട് മേരിയുടെ കൂടെ നിന്ന് സംസാരിച്ച ഒരു ചേച്ചിയോട് മറ്റുള്ളവരെല്ലാവരും എതിർത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ മേരിക്ക് ഒരിത്തിരി ഹുങ്ക് കൂടുതലാണ്. അപ്പം മേരി പറഞ്ഞിട്ടല്ല ഞങ്ങളിതിൽ നിന്നും ചോദിച്ചു. മേരി എന്ന് പറയുന്ന ചേച്ചി എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. മേരിയോട് ഭയങ്കരമായിട്ട് ഇവരിങ്ങനെ ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രവും അവരെല്ലാവരും ആ ചേട്ടനും കൂടി ഗീവർഗീസ് ചേട്ടനും പള്ളിയിൽ അച്ഛനും കൂടി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്ഛൻ വന്നല്ലോ, ഇനി നിങ്ങൾക്കുള്ള സംശയം അങ്ങോട്ട് അങ്ങ് ചോദിച്ചാൽ മതി, മേരിക്ക് അല്ലെങ്കിൽ ഹുങ്കാണല്ലോ എന്ന് പറഞ്ഞ് മേരി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ പള്ളിയിൽ അച്ഛൻ വന്നപ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു. അപ്പോൾ അച്ഛന് ചുറ്റിനും ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം പ്രശ്നം ഞങ്ങളല്ല അച്ചോ, ഇന്നലെ വന്ന് കയറി ഇവരാണെന്നും പറഞ്ഞിങ്ങനെ പറയുന്നു. അപ്പോൾ വേദയും വിക്രവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ ഇവരിവിടെ താമസിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരായിരുന്നു എന്ന് അച്ഛൻ അറിയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം എങ്ങനെയുള്ളവരാണെന്ന് അച്ഛോ ഇനിയും മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന് ചേച്ചിമാരും. എന്നാൽ അതൊന്ന് വ്യക്തമായി പറയൂ ശോശമ്മേ എന്ന് അച്ഛൻ. അപ്പം മേരി ആ മാനേജറുടെ കള്ളക്കളി കയ്യോടെ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പം ഖരാവോ ചെയ്യുന്നതിനിടെ അപ്പം തലകീറി പോകാൻ അയാൾ ചെറിയൊരു നമ്പർ ഇട്ടു. ഇവരേതോ കൊലപാതകം നടത്തി രക്ഷപ്പെട്ടവരാണെന്നൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറയുക. അത് കേട്ടതോടെ ഇവർക്ക് സമരവും വേണ്ട കൂലിയും വേണ്ട എന്ന് നമ്മുടെ മേരി പറയാം. അപ്പം ഇവരിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ വിക്രവും വേദയും. അപ്പം നാളെ ഒരു അന്വേഷണം വരുന്നതെന്ന് അറിഞ്ഞാൽ ഇവരിവിടുന്ന് മുങ്ങിയാലേ പോലീസ് വന്ന് ഇറങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ ലായത്തിലായിരിക്കും എന്ന് ആ പെണ്ണുങ്ങൾ പറയുക. അപ്പോൾ വിക്രവും വേദ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇപ്പം ഇത്തിരി കാശ് പോയെന്നേ ഉള്ളൂ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം, മാനം പോയാൽ ഞങ്ങൾ എങ്ങനെ സഹിക്കും വെച്ചോ എന്നൊക്കെ ചേച്ചി ഇങ്ങനെ ചോദിക്കുക പള്ളിയിൽ അച്ഛനോട്. ശോശന്നെ ഇവിടെ പണിക്ക് വന്നിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു അച്ഛൻ. പറയണം എത്ര വർഷമായി? അപ്പോൾ 10 വർഷം കഴിഞ്ഞോ. അന്നും ഈ ഗീവർഗീസിൻ്റെ കൂടെ പള്ളിമേടയിലേക്ക് തന്നെയാണ് ശോശമ്മയും കുര്യച്ചനും വന്നുകൊണ്ടിരുന്നത് അല്ലേന്ന് ചോദിച്ചു. അപ്പം അതെ. എവിടെ നിന്ന് വന്നെന്നോ എന്തിനു വന്നെന്നോ എന്ന് ചോദിച്ചിട്ടാണോ അന്ന് ഈ മലമൂട്ടിൽ ഞാൻ നിങ്ങൾക്ക് അഭയം തന്നത്? പക്ഷേ ഞങ്ങളങ്ങനെ തെറ്റൊന്നും ചെയ്തു വന്നവരല്ലല്ലോ അച്ചോ, ഇവർ തെറ്റ് ചെയ്തിട്ടാണ് വന്നതെന്ന് ശോശമ്മ എങ്ങനെ ഉറപ്പിച്ചു എന്ന് അച്ഛൻ ചോദിച്ചു. അല്ലച്ചോ, അത് ആ മാനേജർ അങ്ങനെ പറഞ്ഞപ്പോൾ ശോശമ്മേ അപ്പോൾ ഇസ്രായേൽ രാജാവായ ആഹാബിന് ലാബോതങ്ങയുടെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കണമെന്ന് തോന്നി. എന്നാൽ ലാബോതക കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ആഹാബിൻ്റെ ഭാര്യയായ ജസബേൽ ഒരു കുതന്ത്രം മെനഞ്ഞു. അവൾ നാവോത്തിനെതിരെ കള്ളം പറയാനായിട്ട് 2 കള്ളസാക്ഷികളെ ഏർപ്പാടാക്കി. അവർ ജനമധ്യത്തിൽ വെച്ച് അപ്പോൾ ദൈവചൂഷണവും രാജചൂഷണവും പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു. ജനങ്ങൾ ആ കള്ളം വിശ്വസിച്ച് ലാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. ശോശന വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇല്ല അച്ചോ എന്ന് പറയാട്ടോ പുള്ളിക്കാരി. ബൈബിളിലെ രാജാക്കന്മാരിൽ 1 അധ്യായം 21 ദാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവിൻ്റെ ആദ്യകാലം ജസ്ലേബയെ കൊണ്ട് കള്ളം പറയാൻ പ്രേരിപ്പിച്ചതിൻ്റെ പേരിൽ ഇവിടെ മാനേജർ ജോബിയുടെ ഭീതിയാണ് ഇവരെ കൊണ്ട് കള്ളം പറയാൻ പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യവും അച്ഛൻ ഇങ്ങനെ പറയുവാണേ. ചേച്ചിമാർ തലയാട്ടി നിൽക്കുക. വർഷങ്ങളായി ജോബി ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചന കണ്ടെത്തുകയും അത് എന്നെയും മേരിയെയും അറിയിക്കുകയുമാണ് ഇവർ ആദ്യം ചെയ്തതെന്നുള്ള കാര്യം അച്ഛൻ പറയണു. അതിനുശേഷം നിങ്ങളെയും കൂട്ടി ഈ സമരത്തിനിറങ്ങാൻ മേരിയോട് പറഞ്ഞത് ഞാനാണെന്നുള്ള കാര്യം അച്ഛൻ പറയുക. താൻ അകപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ രക്ഷപ്പെടാൻ ജോബി പറഞ്ഞ കള്ളക്കഥയാണ് ഇവരുടെ പേരിലുള്ള കുറ്റം എന്ന് അച്ഛൻ ഇങ്ങനെ ഇവരോട് പറയുന്നു. ദൈവം സാക്ഷിയായി സത്യമായി ഞാൻ പറയുന്നു, നിങ്ങളിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റം ഇവർ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ അച്ഛൻ വന്നു രക്ഷകരായിട്ട്. അപ്പോൾ എന്നെ നിഷേധിക്കാൻ തയ്യാറുള്ളവർ മേരിക്കൊപ്പം നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പം അച്ഛൻ പറ
ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ പണി നിർത്തി എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ മുന്നിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇനിയുള്ള സമരം അവിടെയാണെന്നും പള്ളിയിലെ അച്ഛൻ പറയുക. കമ്പനിയുടെ ആൾക്കാരിപ്പോൾ അങ്ങോട്ട് എത്തിക്കോളൂ എന്നും പറഞ്ഞു. അപ്പോഴേക്കെന്തേ പറഞ്ഞു തീർന്നില്ല. തൊട്ടടുത്ത നിമിഷം അവിടുന്ന് ഒരു വണ്ടിയുടെ ശബ്ദം. നോക്കുമ്പോൾ പോലീസ് ജീപ്പ്, പോലീസുകാരാണ് വന്നത്. അപ്പോൾ ദേ അച്ഛൻ കയറി വന്നു. അച്ഛൻ്റെ അരികിലേക്ക്, ഇവരുടെ അരികിലേക്ക് പോലീസ് കയറി വന്നു. എല്ലാവരും ഇങ്ങനെ വന്നു നിൽക്കുന്ന ഈ ഒരു സമയം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എന്താ അച്ഛോ ശരിക്കും പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ പ്രശ്നം അറിഞ്ഞിട്ടല്ലേ SI സാർ വന്നത്. അപ്പോൾ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിൽ അത് പിന്നെ ഇപ്പം അത് പോലീസിൻ്റെ പണിയാണല്ലോ എന്ന് പറയുമ്പം സമാധാനം നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ ആ സമാധാനം ക്രമപ്പെടുത്തേണ്ടതായിട്ടുള്ളൂ. ഇപ്പം ഇവിടെ ആ പ്രശ്നം ഇല്ലയെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷെ ഒരു കൊലപാതകം ചെയ്ത് നാടുവിട്ട ആളെ ഒളിച്ച് താമസിപ്പിക്കാൻ ഒരു ഇടം കൊടുക്കുന്നത് നിയമത്തിൻ്റെ മുന്നിൽ തെറ്റല്ലേ അച്ഛോ എന്നീ പോലീസുകാരൻ ഇങ്ങനെ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛനൊന്ന് ചിരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കോടതിയിലല്ലല്ലോ പോലീസ് നീതി നടപ്പാക്കുന്നത് എന്നും ഇയാൾ അച്ഛനോട് പറയാട്ടോ. അപ്പോൾ വിക്രവും മേധ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പം മാനേജർ ജോബി വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം ആരെങ്കിലും ഒരാൾ ആരോപണം ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഉടനെ കേസെടുക്കാൻ നിയമം ഉണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പം അച്ഛനിപ്പോൾ സോഷ്യൽ വഴി ന്യൂസൊന്നും കണ്ടില്ലല്ലേ, അപ്പം അതാണോ പോലീസിന് വേണ്ടുന്ന തെളിവ് എന്ന് അച്ഛൻ ഇയാളോട് ചോദിച്ചു. ഇവർക്കെതിരെ ആരെങ്കിലും ഒരു പരാതി നിങ്ങളുടെ സ്റ്റേഷനിൽ പരാതിയായിട്ട് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ആരെങ്കിലും ഇങ്ങനെ രണ്ടുപേരെ കണ്ടുകിട്ടിയാൽ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ട് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഇവരുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇവരിങ്ങനെ നിൽക്കുക. എസ്റ്റേറ്റ് മാനേജർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി എന്താണെന്ന് കണ്ടെത്തിയതാണ് ഇവർ ചെയ്ത കുറ്റം. അതിപ്പോൾ കമ്പനി അതിർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ് സമരം പരിഹരിക്കാനായിട്ട് അവർ നേരിട്ട് എത്തിക്കോളൂ എന്നും പറഞ്ഞു. ആ കാര്യത്തിൽ പോലീസിന് റോളൊന്നുമില്ല. ഉവ്വോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ പോലീസ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ കമ്പനി മാനേജ്മെൻറ്റിൻ്റെ പരാതി അത് സ്റ്റേഷനിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ജോബി അറസ്റ്റ് ചെയ്യാൻ നേരിട്ട് തന്നെ വരേണ്ടി വരുമെന്നും പറഞ്ഞു. നിങ്ങളെ ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യാൻ പറഞ്ഞു. മേരി ഇവിടെ നിന്ന് ജാഥയായി നിങ്ങൾ പോകണം, ആളുകളെല്ലാവരും അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി അച്ഛോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മേരി അത് നല്ല ഇതായിട്ട് അങ്ങ് എടുത്തു. എന്നിട്ട് അവകാശ സമരം സിന്ദാബാദ് പറഞ്ഞ് ഇവർ ലൈനായിട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളിയിലച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട്, പള്ളിയിലച്ഛനും ഇവരുടെ കൂടെ പോകുമ്പോഴത്തേക്ക് ഈ പോലീസുകാരെല്ലാം അന്തം വിട്ട് ഇങ്ങനെ അച്ഛനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അതേ ഹൗമാരും ഈ ജോബിയുടെ ചിങ്കിടികളായിരുന്നു വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവന്മാരും നാണം കെട്ടങ്ങ് പോവുകയാണ്. നേരെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് എത്തി. അതിൻ്റെ മുന്നിൽ പോയി നിന്ന് ഇവർ വിളിക്കാൻ അങ്ങ് തുടങ്ങി, അതായത് സമരം വിളിക്കാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ജോബിച്ചേട്ടൻ ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം ഇവരോട്. എവിടെ നിങ്ങൾ വിപ്ലവത്തിലേക്ക് നയിച്ച നേതാവ് ഇവനങ്ങനെ കളിയാക്കി ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വേദ അങ്ങ് വന്നില്ലേ. വേദ വന്ന് മുന്നിലേക്ക് അങ്ങ് നിൽക്കുക. വേദയെ കണ്ടപ്പോൾ ഇവൻ ഒരുമാതിരി ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുന്നു കേട്ടോ. വേദയൊന്നും യാതൊരു കൂസലും ഇല്ലാതെ ഇവൻ്റെ മുന്നിൽ നല്ല തലയെടുപ്പോട് കൂടിയ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ മാപ്പ് പറയാൻ വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. ശരി മാപ്പ് പറഞ്ഞിട്ട് പണിക്ക് കയറിക്കോളാം ജോബി പറഞ്ഞു. ഞങ്ങൾ വന്നത് മാപ്പ് പറയാനോ പണിക്ക് കയറാനോ അല്ല, സാറിനെ ഈ വീട്ടിൽ നിന്ന് പുറത്തു വിടാതെ സമരം ചെയ്യാനാണെന്ന കാര്യം ഇവരിങ്ങനെ പറയുമ്പോൾ ഇവനിങ്ങനെ ഇവരെ തന്നെ ഇങ്ങനെ മാറി മാറി നോക്കുക. ആ സമയത്ത് നമ്മുടെ ചേച്ചി പോക്കറ്റിൽ വെച്ചിരുന്ന ആ ഒരു എഴുതിക്കൊണ്ട് വന്ന സമരവാക്യങ്ങൾ എടുത്ത് വിളിക്കുക. അവകാശ സമരം സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സമരം വിളി. ഇവനാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഭയങ്കര പ്രശ്നമായി. ചേച്ചിമാർ ഒരു ഒച്ചത്തിലാണ് വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 വണ്ടി ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നു. ആദ്യം ഒരു കാറിൽ, പിന്നെ ജീപ്പിൽ നമ്മുടെ മാനേജർ അച്ഛനും അവരെല്ലാവരും. അങ്ങനെ അവരെല്ലാവരും കൂടെ കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജോബിച്ചേട്ടൻ ഞെട്ടി. പണി പോയെന്ന് ജോബിക്ക് മനസ്സിലായി. ആ സമയം ആ സാർ അങ്ങോട്ട് കയറി വന്നു. അപ്പോൾ എന്താടോ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ജോബിയോട് വന്ന് സാറ് ചോദിക്കുമ്പോൾ സാർ ഇവിടെ ഒരു കാര്യമില്ലാതെ കുറേ സമരവും വിളിച്ചുകൊണ്ട് തുടങ്ങുമായിരുന്നു സാർ ഇവരെല്ലാവരും കൂടെ ചേർന്ന്. ജോബി പറയുമ്പം കാരണം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കിന്ന് തീരുമാനിക്കാം മാനേജറെ എന്നാ ചേട്ടൻ വന്ന സാറ് പറയുവാണ്. അതിനുശേഷം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ സമരവും പ്രതിഷേധവും ന്യായമാണെന്ന് കമ്പനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം വന്ന സാറ് പറയുമ്പോൾ ജോബി ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുമോ ഇവരെ. പണി പോയെന്ന് അവന് കൃത്യം മനസ്സിലായി. നാളുകളായി നിങ്ങളുടെ ശമ്പളത്തിൽ നടന്നിരുന്ന ചൂഷണം തെളിവ് സഹിതം കമ്പനിയെ ബോധിപ്പിച്ച ആ ഒരു സ്ഥിതിക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കമ്പനി കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്നും അദ്ദേഹം പറയണേ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും, അച്ഛനും വിക്രത്തിനും ഒക്കെ. അതുകൊണ്ട് മാനേജർ തസ്തികയിൽ നിന്നും ജോബി മാനൂരാനെ ഉടനടി സസ്പെൻഡ് ചെയ്യാനും നിങ്ങൾ തൊഴിലാളികൾക്ക് വന്ന നഷ്ടം കമ്പനി നേരിട്ട് നികത്തുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കൈയടിച്ചു എല്ലാവരും. അപ്പോൾ അതേ വലിയ ആൾ കളിച്ചിട്ട് അവനവിടെ നിന്ന് പോകുന്നതാണ്. പക്ഷേ അത് എന്നേക്കുമായിട്ടുള്ള പോക്കാണെന്ന് അവൻ പോലും അറിഞ്ഞില്ല. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി.
ഇവന് കലി കാരണം ഒരു രക്ഷയും പല്ലും കടിച്ച് ഇറുമി പിടിച്ചിങ്ങനെ നിൽക്കുക. ഇടയ്ക്ക് വേദി തുറച്ച് നോക്കി. എത്രയും പെട്ടെന്ന് പുതിയ മാനേജർ ചാർജ് എടുക്കും, നിങ്ങൾ സമാധാനത്തോടെ ജോലിയിലേക്ക് മടങ്ങണമെന്നും ആ സാറ് പറയുന്നു. അപ്പോഴും ഇവർ കൈയടിച്ച് ഭയങ്കര സന്തോഷം എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം നമ്മുടെ ചേച്ചിമാരെല്ലാവരും കൂടെ ചേർന്ന് വേദയെ എടുത്ത് പൊക്കി വേദയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജോബി ഇങ്ങനെ കയറി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ഇവരെ പറഞ്ഞു വിടുവാണ്. അപ്പോൾ വിക്രവും അച്ഛനും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. കാരണം ജോബിക്കിട്ട് പണി കിട്ടിയതിൻ്റെ. അപ്പോൾ വേദയോട് അവിടെയുള്ള തൊഴിലാളികളുടെ ആ ഒരു സ്നേഹം അത് മനസ്സിലാക്കി വിക്രം ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മാനേജർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുറച്ച് നോക്കി ഇങ്ങനെ അവൻ്റെ പണി പോയതിൻ്റെ കലിപ്പിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാത്രിയായി. നമ്മുടെ വേദ ഇങ്ങനെ അവിടെ ഉമ്മറത്തിരിക്കുന്നു. അപ്പോൾ വേദ ഇങ്ങനെ കുറച്ച് നേരം ഉമ്മറത്തിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആ സൈഡിലുള്ള പാറയിൽ വന്നിരിക്കുന്നു. അങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും വിക്രം 2 കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് വേദയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ വേദയാണെങ്കിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലായി. താൻ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് വേദയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതെന്താ ഇത് ഈ നേരത്തെ ഒരു കാപ്പിയൊക്കെ, അത് നല്ല തണുപ്പുണ്ടല്ലോ, അപ്പോൾ എനിക്കൊരെണ്ണം കുടിക്കണമെന്ന് തോന്നി, അപ്പോൾ തനിക്ക് ഒന്നുണ്ടാക്കിയതാണെന്ന് വേദയോട് പറയാം വിക്രം. അങ്ങനെ 2 പേരും അത് കഴിച്ചും കുടിച്ചും ഒക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ല ഇതെന്താ വേറൊരു ടേസ്റ്റ്, അതോ അത് പിന്നെ എന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വേണ്ട അതൊരു ഊള കോമഡിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അതവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇത്തിരി ചുക്കുപൊടി വാങ്ങിച്ചായിരുന്നു, അതായിരുന്നു. അപ്പം ആദ്യം പറയാൻ വന്ന ഊള കോമഡി എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ അത് വേണ്ട. പറയുന്നേ എന്നോടല്ലേ പറയാൻ പറഞ്ഞു വേദ. അത് പിന്നെ അത് ഞാൻ പറയട്ടെ, പറയുന്നേ ഞാൻ ഒന്ന് കേൾക്കട്ടെ, എന്താ അത് പിന്നെ അത് ഈ പ്രേമത്തിൻ്റെ സ്വാദ് എന്നൊക്കെ പറയാൻ വന്നതാന്ന് പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഇരുന്ന് ചിരിച്ചു. അപ്പോൾ വിക്രം അതാ ഞാൻ പറയുന്നില്ലെന്ന്. പറഞ്ഞില്ലല്ലോ പിന്നെന്തിനായിരുന്നു ചിരിക്കുന്നേ. അപ്പോൾ വിക്രം സ്വന്തം പ്രൊഫൈൽ ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് ഇങ്ങനെയുള്ള ഡയലോഗുകൾ പറയണം കേട്ടോ എന്ന് വേദ പറയണം. അന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചേ? അല്ല എന്ന് വെച്ചാൽ എൻ്റെ വിക്രമാ, അതെ ഒരു ഗുണ്ട കാമുകനാണ് നിങ്ങൾ. സിനിമയിൽ ജഗതിയൊക്കെ പറയുന്നത് പോലെ പ്രേമം കൊണ്ട് ഇത്തിരിയൊക്കെ നടന്നു, പക്ഷേ ചളമായെന്ന് കരുതി ചച്ചളമാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഏതൊരു ഗുണ്ടയ്ക്ക് ഒരു അബദ്ധമൊക്കെ പറ്റും, ചിലപ്പോൾ അത് കൈവിട്ട് പോകും, അപ്പം അത് ചച്ചളമാകും എന്നും പറഞ്ഞ് വിക്രം പറഞ്ഞപ്പം എന്നാലേ ആ പഴയ മൂഡ് തിരിച്ചു പിടിക്കാനുള്ള സമയമായി എന്നാ തോന്നണതെന്ന് വേദ. അപ്പം എന്താ അങ്ങനെ പറയാൻ കാരണം? ആ മാനേജർ വെറുതെ ഇരിക്കുമെന്ന് തോന്നണുണ്ടോ എന്ന് വേദ അന്നേരം ചോദിച്ചു. എന്നാൽ പിന്നെ ഒന്നും ചെയ്യാതെ ഇരിക്കാനുള്ളൊരു മുൻകൂർ ഡോസ് അവന് നാളെ തന്നെ കൊടുത്താലോ? അപ്പോൾ ഒന്നെങ്കിൽ കൊമ്പത്ത് അല്ലെങ്കിൽ കുഴിയിൽ, അല്ലേ? അതല്ലേ പ്രകൃതം. അതാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് വേദ വിക്രത്തോട് ചോദിക്കുമ്പോൾ പിന്നെ എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? അതാദ്യം പറയാൻ പറഞ്ഞു. ആ ഇൻസ്പെക്ടറും അയാളും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നും പിന്നെ ആ ഒരു വീഡിയോയിലെ ഡീറ്റെയിൽസ് വെച്ച് നമ്മുടെ വെയറബോട്ട്സ് അവർ കണ്ടെത്തുമെന്ന് ഉറപ്പാണെന്ന കാര്യം വേദ പറഞ്ഞപ്പം അത് ശരിയാ, നിൻ്റെ ചേട്ടനും അങ്കിളും ഉറപ്പായിട്ടും എത്തുമെന്നല്ലേ നീ പറഞ്ഞത്, അവരിങ്ങ് എത്തട്ടെ, അവരെത്തണം എന്ന് പറഞ്ഞ് വിക്രം പറയാം. എത്ര കാലം നമ്മൾ ഈ ഫൈറ്റുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചു വേദ. ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കാത്തിരിക്കുന്നതേ ഒരവസാന യുദ്ധത്തിനാണെന്ന് വിക്രം അന്നേരം പറഞ്ഞു. അനിയൻകുട്ടൻ വാ തുറന്ന സത്യം പുറത്ത് പറയുന്നതിന് ശേഷമുള്ള ആ അവസാന യുദ്ധത്തിനെന്നൊക്കെ പറയുമ്പോഴേക്കും അതുവരെ നമ്മൾ എവിടേക്ക് ഓടി മാറുമെന്ന് വേദ ചോദിച്ചു. എങ്ങനെ കാണാമറിയത്തിരിക്കും എന്നും വേദ ചോദിക്കുക. അപ്പോൾ വിക്രത്തിന് അതിനുള്ള ആ ഒരു മറുപടി ഇല്ല കേട്ടോ. വിക്രം ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വേദയുടെ സങ്കടം കണ്ട് വിക്രത്തിനും സമാധാനം പോയി. ഇത്രയും ദിവസം നമ്മൾ മറഞ്ഞു തന്നെയല്ലേ ഇരുന്നത്, ഇനിയും അത് സംഭവിക്കുമെന്നും വഴി ഉണ്ടാകുമെന്നും വിക്രം വേദയോട് പറയുക. ഞാൻ നാളെ മൈക്കിളച്ചനെ ഒന്ന് കാണാം എന്നും വേദയോട് വിക്രം പറഞ്ഞു. അങ്ങനെ അവർ താൽക്കാലികമായിട്ട് വേറൊരു ഷെൽട്ടർ തപ്പുവാൻ ഉള്ള ഒരു പ്ലാനിലെങ്കിലാണ്. അത് കഴിഞ്ഞ് 2 പേരും കൂടെ അതൊക്കെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.